കരുണയില്ലാതെ ദൈവത്തിന്റെ കൃപ ഒഴുകുവാൻ കഴിയുകയില്ല. കൃപയില്ലാതെ ഒരിക്കലും രക്ഷ സ്വീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവമക്കളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ത്? കരുണ. ഹല്ലേലൂയ. യഹോവയായ ദൈവം കരുണയും കൃപയും നിറഞ്ഞവനെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയയും സത്യവും ഉള്ളവനെന്നാണ് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വചനം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠം ഇതാണ്: കരുണ ഒരു ദൈവത്തിന്റെ രാജ്യത്തിന്റെ നിയമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇത് കേവലം ഒരു സ്വഭാവ സവിശേഷതയല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാണിക്കുന്ന ഈ കരുണ, ഇത് സ്വീകരിക്കുന്ന നിമിത്തം നമുക്ക് രക്ഷ എന്ന ദാനം നമുക്ക് സൗജന്യമായി അനുഭവിക്കാൻ കഴിയുന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും? ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമായി മനസ്സിലാക്കി തരാം. ഹല്ലേലൂയ. കരുണ ഒരിക്കലും ഒരു ബലഹീനതയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സൗമ്യത ഒരു ബലഹീനതയല്ല. ദുഃഖം എന്ന് പറയുന്ന ഒരു ബലഹീനതയല്ല. ആത്മാവിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മാവിനായി വാഞ്ചിക്കുമ്പോൾ, ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതൊരിക്കലും ബലഹീനതയല്ല. അതുപോലെ തന്നെ തിരുവെടുത്ത് പറയുന്നു, കരുണ ഒരു ബലഹീനതയല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. യേശുക്രിസ്തു ക്രൂശ് ചെയ്തതുപോലെ അത് സ്നേഹത്താൽ നീതിയെ വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധിക്കും മനുഷ്യവർഗത്തിന്റെ തകർച്ചയ്ക്കും ഇടയിലുള്ള പാലമാണ് എന്ത്? കരുണ. അപ്പൊ ക്രൂശിൽ ഇത് രണ്ടും ഏറ്റുമുട്ടുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. സത്യവും കരുണയും കണ്ടുമുട്ടുന്ന ഒരു നിർണായക നിമിഷമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് ദൈവമക്കൾ ഓർക്കുക. അതുകൊണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറയുമ്പോൾ കാരുണ്യം എന്ന് പറയുന്ന ആ പദം വളരെ അർത്ഥവത്താണ്. മേഴ്സി എന്ന പദം വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് കരുണയുള്ളവരെന്ന് ദൈവം ഓരോ നിമിഷവും ശോധന ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഒരാളെ കരുണയുള്ള വ്യക്തി എന്ന് വിളിക്കണമെങ്കിൽ അവന്റെ പ്രവൃത്തി തലങ്ങളെക്കാൾ അപ്പുറത്ത് ദൈവം അവന്റെ ഹൃദയങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിന് വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി തരാം. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഒരു കുടുംബത്തിലെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം മകളെ മറ്റൊരാൾ കൊല്ലുവാനിടയായാൽ വാസ്തവത്തിൽ സഹിക്കാൻ കഴിയാത്ത അപ്പുറത്തുള്ള വികാരമായ കോപവും ദേഷ്യവും വൈരാഗ്യ മനോഭാവവും കടന്നു വരുമെങ്കിൽ അതിനപ്പുറത്ത് ക്ഷമിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറുന്ന ആത്യന്തികമായ ഒരു അനുഭവമാണ് കരുണ എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഈ കരുണയുടെ പ്രതലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അത് സ്വീകാര്യമായി തോന്നത്തില്ല. പക്ഷെ ഇതൊരു ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവമാണ്, ദൈവരാജ്യത്തിന്റെ ഒരു ഘടകമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ക്രിസ്തു യേശുവിൽ നമ്മൾ കണ്ടെത്തുന്ന കരുണ എന്ന സഹായം എന്താണ്? സകല മനുഷ്യരും പാപികളായിരിക്കെ പാപത്തിന്റെ തക്ക ശിക്ഷ യേശു ക്രിസ്തു ഏറ്റുവാങ്ങുമ്പോൾ അവിടെ കരുണയുടെ വ്യാപ്തി വളരെ വലുതാണ്. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ദയയും കരുണയുമാണ് ഇവിടെ ക്രൂശിൽ നമുക്ക് കണ്ടുമുട്ടാനിടയാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോഴും വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കരുണ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ 10 പുരുഷന്മാരെ കാണാനിടയായി. നമുക്കറിയാം യേശു അവരെ എല്ലാം സൗഖ്യമാക്കിയെന്നാണ്. അവർ വിളിച്ചു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ അവിടെ യേശു ക്രിസ്തു കരുണ വെളിപ്പെടുത്താനിടയായി. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുകയും നിങ്ങളെ തന്നെ. വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ വാക്ക് അവർ കേട്ടു പോകിയ വഴിയിൽ തന്നെ അവർക്ക് എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. എന്നാൽ ഈ 10 പേരിൽ ഒരുവൻ വന്ന് യേശു ക്രിസ്തുവിന്റെ സൗഖ്യത്തെ കൊടുത്ത് സ്തോത്രം ചെയ്യുവാനും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ഇടയായി എന്നാണ് തിരുവെടുത്ത് പറയുന്നത്.
അപ്പൊ കരുണയുടെ പ്രതിഫലം ഇവിടെ വ്യക്തമാക്കിയാണ്. യേശു കരുണയുള്ളവനായിരുന്നു. കരുണ ചെയ്യണമെന്ന് പറയുന്ന വെളിച്ചത്തിൽ സകലർക്കും കരുണ കൊടുത്തെങ്കിലും ആ കരുണയുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിയത്, അതിന്റെ തനതായ പ്രതിഫലം വെളിപ്പെടുത്തിയത് ആ 10 പേരിൽ ഒരുവൻ മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് എന്ന് ഈ വചനം വ്യക്തമാക്കിയ. അതുകൊണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഇവിടെ കരുണ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, കരുണ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നു എന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കിയാണ്. അപ്പൊ സ്വീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ ദൈവത്തിന്റെ നിയമം, ദൈവരാജ്യത്തിന്റെ നിയമം കേവലം വികാരങ്ങളാൽ ഉണ്ടാകുന്ന ഒന്നല്ല, അത് ദൈവത്താൽ സമ്പാദിച്ചെടുക്കുന്ന ഒരു മഹത്തായ അനുഭവമാണ് കരുണയെന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ട് നമ്മൾ പഠിക്കുമ്പോൾ. ഹല്ലേലൂയ. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന നാസി ഹല്ലേലൂയ സമ്പ്രദായം ജർമ്മനിയിൽ നിലനിൽക്കുമ്പോൾ അവിടെ കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ്ലറിന്റെ ഒരു ഭരണകാലഘട്ടത്ത് 2ാം ലോക മഹായുദ്ധത്തിന്റെ സംഭവത്തിൽ ഈ ക്രിസ്ത്യാനിയായിരിക്കുന്ന കോറി ടെൻ ബൂം എന്ന് പറയുന്ന സഹോദരി ഒരു കൂട്ടം യഹൂദന്മാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് വളരെ ത്യാഗത്തോടെ, സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, കരുണയോടെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ അരുതാത്തൊന്ന് നടന്നു. സ്വന്തം സഹോദരിയായ ഒരു മനുഷ്യൻ പീഡിപ്പിക്കുന്ന രംഗം. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തീയ പ്രഭാഷകയായ ആ സഹോദരി ശക്തമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച മനുഷ്യന്റെ ഉള്ളിൽ മനസ്താപം ഉണ്ടായി, പശ്ചാത്താപം ഉണ്ടായി. ആ സഹോദരൻ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ദാസിയുടെ അടുക്കൽ വരുമ്പോൾ കൈ കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു അനുഭവം. ഈ സഹോദരിക്ക് ആ സഹോദരന് കൈ കൊടുക്കാൻ വിസമ്മതിക്കുന്ന അനുഭവം എങ്കിലും ദൈവത്തിന്റെ നിർണായക സാന്നിധ്യം അനുഭവിക്കാനിടയായി. കേവലം വികാരത്തെക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ നിയമമാണ്, ദൈവത്തിന്റെ സമ്പത്താണ് കരുണയെന്നുള്ള ആ ദർശനം എന്ന് പറയുന്ന സഹോദരിയുടെ ഹൃദയത്തിൽ പതിഞ്ഞപ്പോൾ ഹല്ലേലൂയ തന്നിലുള്ള വൈകാരികമായ വികാരമായ ഈ എല്ലാ കോപവും ദേഷ്യവും എല്ലാം മാറ്റി നിർത്തിയിട്ട് മനസ്താപപ്പെട്ട അനുതാപപ്പെട്ട ആ സഹോദരന് മേൽ ആശീർവദിച്ച് പ്രാർത്ഥിപ്പാനിടയായെന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കരുണയുന്ന ദൈവത്തിന്റെ ദയ, കരുണ, ഈ സമ്പത്ത് ഒരിക്കലും ദൈവത്തിന്റെ മക്കളിൽ നിന്നും അന്യപ്പെട്ടു പോകരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുക. കരുണ ശാരീരിക രോഗശാന്തിക്ക് അപ്പുറത്തേക്ക് വ്യാപരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ കരുണ ശാരീരിക രോഗശാന്തിക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. അത് ആത്മാവിനെ ബഹുമാനിക്കാൻ ഇടയാകുന്നു. അത് ആത്മാവിനെ ബഹുമാനിക്കുക മാത്രമല്ല, യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ എന്നുള്ള അല്ലെങ്കിൽ ആ സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു. അവർ അവനെ അത്യന്തം എന്ത് ചെയ്തു? ഉപദ്രവിക്കാനിടയായി. അവന്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായിട്ട് വിറ്റേച്ചു പോകുന്ന ഒരു രംഗം. ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയ ചരിത്രം. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്ത് വന്നു, അവനും കണ്ടിട്ട് മാറിപ്പോയി. ഒരു ശമരിയക്കാരൻ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്ന് എന്ത് ചെയ്തു? പറഞ്ഞാട്ട് പ്രിയരെ, എണ്ണയും വീഞ്ഞും പകർന്നവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി എവിടെ കൊണ്ടുപോയി? വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. അവന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വന്നതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുവോളം തന്നുകൊള്ളാമെന്നല്ലയോ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കരുണ വെളിപ്പെട്ടത് ലേവ്യനിലല്ല, യഥാർത്ഥ കരുണ വെളിപ്പെട്ടത് യഹൂദനിലല്ല, കേവലം സാധാരണക്കാരനായ ഒരു ശമരിയക്കാരനാണ്. അപ്പോൾ കരുണ എന്ന് പറയുന്നത്
നഷ്ടങ്ങൾക്കപ്പുറത്ത്, ഹല്ലേലൂയ, ആമേ, ഈ ലോകത്തിലെ മാന്യതയ്ക്കപ്പുറത്ത്, ഈ ലോകത്തിലെ നമ്മുടെയൊക്കെ മനുഷ്യ ഹൃദയങ്ങളിൽ വളർന്നു വരുന്ന വികാരങ്ങൾക്കപ്പുറത്ത് സ്വമനസ്സോടെ ദൈവത്തിന്റെ നിയമമാണെന്നും ഇത് ദൈവത്തിന്റെ ആജ്ഞയാണെന്നും ദൈവരാജ്യത്തിന്റെ ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സോടെ ചെയ്യുന്ന, ദൈവോടെ ചെയ്യുന്ന, കരുണയോട് ചെയ്യുന്ന അതിശ്രേഷ്ഠമായ സമ്പത്തല്ലയോ കരുണ? അതുകൊണ്ടാണ് തിരുവഴുത്ത് പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹല്ലേലൂയ. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് തിരുവഴുത്ത് പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, കരുണ സകല അതിരുകളെയും ആമേ ലംഘിക്കാനിടയാകും. കരുണയുടെ നടുവിൽ ആമേ സകല ശക്തിയും വന്നു ചേരുകയാണ്. കരുണയുടെ നടുവിൽ വേദന അനുഭവിക്കാൻ അവൻ തയ്യാറാകും. കരുണയുടെ നടുവിൽ സകല മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും അതിജീവിക്കുവാൻ അവനെ ശക്തീകരിക്കും. കരുണ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സാമൂഹികവും മതപരവും സാംസ്കാരികവുമായ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നു പോകുന്നതാണെന്ന് ദൈവമക്കൾ ശക്തമായി മനസ്സിലാക്കുക. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ദാവീദിന്റെയും ശൗലിന്റെയും കഥ നമുക്കറിയാം, അനുഭവം, ആ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. ശൗൽ രാജാവിനെ കൊല്ലാൻ എന്താണ് പറഞ്ഞത്? എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നിട്ടും ദാവീദ് എന്ത് ചെയ്തില്ല? അവനെ കൊല്ലാതെ വിട്ടു. അവൻ പറയുന്നു, എന്റെ യജമാന്റെ നേരെ ഞാൻ കൈ നീട്ടുകയില്ല, കാരണം അവനും ഒരു യഹോവയുടെ അഭിഷിക്തനാണല്ലോ. നോക്കണേ, ശൗലിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടുവെങ്കിലും എക്കാലത്ത് ദാവീദ് വിളിച്ചു പറയുന്നത്, ഒരിക്കൽ അവന്റെ മേലൊരു അഭിഷേകം വന്നതാണ്, അതുകൊണ്ട് അവനെ കൊല്ലുവാൻ എനിക്ക് മനസ്സില്ല, അവൻ യജമാനനാണ്, ഞാൻ കൈ നീട്ടുന്നത് നന്നല്ല എന്ന് തിരിച്ചറിയാൻ കാരണം അവനിലുള്ള കരുണയാണെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. കരുണ ഒരിക്കലും മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിക്കുന്നില്ല. കരുണ ഒരിക്കലും മനുഷ്യന് വിരോധമായി നിൽക്കുന്നില്ല. യേശുവും വ്യഭിചാരത്തിൽപ്പെട്ട പിടിക്കപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് നന്നായിട്ട് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനത്തിൽ യേശു പറയുന്നു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോയി ഇനിമേൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന രംഗം നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പാപം നിറഞ്ഞിരിക്കുന്ന ഏതൊരു മനുഷ്യനെയും കരുണയുടെ മഹാശക്തിയാൽ, കരുണയുടെ മഹാ അനുഭവത്താൽ സ്വതന്ത്രമാക്കപ്പെടുമെന്ന് ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുക. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ചെയ്യും? കരുണ ലഭിക്കും. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ശമരിയക്കാരന്റെ ഹൃദയത്തിൽ കരുണ ഉണ്ടായെങ്കിൽ, ഒരു ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു കരുണ ഉണ്ടായെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കരുണ ഉണ്ടായെങ്കിൽ, ഇന്ന് രാത്രി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്രയോ അനുഭവമായ, ശ്രേഷ്ഠമായ അനുഭവമായ ഈ കരുണ വളരെ വർദ്ധിച്ചു വരണതല്ലയോ? കരുണയ്ക്ക് ബന്ധനമില്ല, കരുണ ഒരു ബലഹീനതയല്ല എന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പേര് കല്ലെടുത്ത് കൊല്ലുവാൻ അന്നത്തെ മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ പരസ്യമായി ഹല്ലേലൂയ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമം മുമ്പിലിരിക്കെ, മോശയിലെ നിയമം മുമ്പിലിരിക്കെ, പഞ്ചഗ്രന്ഥത്തിലെ നിയമം മുമ്പിലിരിക്കെ, ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ഇടപെടൽ നിമിത്തം യേശു ക്രിസ്തുവിന്റെ സംഭാഷണത്തിന് നടുവിൽ കടന്നു വന്ന സകല ജനങ്ങളും തങ്ങളുടെ കല്ലുകളെ വലിച്ചെറിഞ്ഞിട്ട് അവർ തങ്ങളുടെ വഴിക്കേക്ക് തിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീയോട്, ആരും നിന്നെ ഇതുവരെ കല്ലെറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ കണ്ണുനീരോടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട്, ദൈവം ഭാഗ്യം ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ മടങ്ങിപ്പോയ ആ സ്ത്രീക്ക് ലഭിച്ചത് എന്താണ്? യേശുവിലുള്ള കരുണയാണ്. വിശുദ്ധ കാര്യങ്ങളിൽ ഒരു ദൈവത്തെ സ്തുതിച്ചാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. കരുണയുള്ള മഹാസമ്പത്ത് നമ്മളൊന്ന് ഗ്രഹിക്കണം. ആമേൻ. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം അതാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ എന്താണ്? അവർക്ക് എന്ത് ലഭിക്കുന്ന പറഞ്ഞത്? കരുണ ലഭിക്കും. ഹല്ലേലൂയ. കരുണ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പാപത്തെ അവഗണിക്കുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായവിധിയേക്കാൾ കൃപ നൽകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുക, പാപത്തെ സ്നേഹിക്കുവാൻ,
പാപത്തെ പിന്തുടരുവാൻ ആമേ കരുണയ്ക്ക് തയ്യാറാകത്തില്ല. കരുണ എപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കൃപയിലേക്ക് ആമേ ചരിയുവാനിടയാകുന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ യേശു ക്രിസ്തു ന്യായവിധി കൊടുത്ത് അവളെ നശിപ്പിക്കാൻ തയ്യാറായില്ല. അവളിലുള്ള പാപത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്വതന്ത്രമാക്കുന്ന ഒരു അസാധാരണമായ അനുഭവമാണ് കരുണയിലൂടെ ഇവിടെ വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടയാളമാണ് കരുണ. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് കരുണയുടെ മഹാ അത്ഭുതം വെളിപ്പെടണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അത് വ്യക്തമായി നമ്മെ വിശദീകരിക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുക, തടവുകാരെ സന്ദർശിക്കുക. ഹോശേയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ കരുണ എന്ന് പറയുന്ന മഹാസമ്പത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്യന്തികമായി ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തവും വ്യക്തവുമായി നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്. മീഖാ പുസ്തകം 6-ാം അധ്യായം 8-ാം വചനം എന്താണ് പറയുന്നത്? ന്യായം പ്രവർത്തിക്കാനും, എല്ലാവരും എന്നോട് ചേർത്ത് പറഞ്ഞാട്ട്, ന്യായം പ്രവർത്തിക്കാനും കരുണയെ സ്നേഹിക്കാനും താഴ്മയോടെ നടക്കാനും അല്ലാതെ ഞാൻ എന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് യഹോവയായ ദൈവം അവിടെ വ്യക്തമായി സംസാരിക്കുന്നു. യഹോവയായ ദൈവം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? ന്യായം പ്രവർത്തിക്കണം. യഹോവയായ ദൈവം എന്താണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കരുണയെ സ്നേഹിക്കണം. യഹോവയായ ദൈവം എന്താണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? താഴ്മയോടെ നടക്കണം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ 2-ാം അധ്യായം 13-ാം വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. കരുണ കാണിക്കാത്ത ഏതൊരാൾക്കും കരുണയില്ലാത്ത ഒരു ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഒന്നൊന്നായി പഠിച്ചാട്ട് ആമേ കരുണയുടെ മഹാശ്രേഷ്ഠത വ്യക്തമാക്കിയാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മൾ കരുണയുള്ളവരായിരിക്കണം. വിശുദ്ധ കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. കരുണ ഒരു ബലഹീനതയല്ല, വെറും ഒരു സഹതാപമല്ല, മറിച്ച് സജീവമായ ഒരു സാന്നിധ്യമാണ്. സജീവമായ ഒരു സാന്നിധ്യമാണ്. അത് നമ്മുടെ ആന്തരികമായ ഹൃദയത്തെ ചലിപ്പിക്കുന്നതാണ്. അത് ക്ഷമയുടെ നേർക്കാഴ്ചയാണ് പ്രിയരെ. ഹല്ലേലൂയ. ജീവിതത്തിൽ കരുണയെന്ന ആ മഹത്തായ സമ്പത്ത്, ആ ദൈവരാജ്യത്തിന്റെ നിയമ, ആ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ഓരോരുത്തരിലും വളർന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം സന്തുഷ്ടമായ ഒരു ലോകമാക്കി കുടുംബമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ഈ കരുണ എന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴും പ്രതികാരം ചെയ്യാതിരിക്കുന്നതിന്റെ പിന്നിലത്തെ ശക്തി എന്താണെന്നറിയാമോ? കരുണയാണ്. കരുണയോടെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. നമ്മുടെ സമൂഹത്തെ നാം നേർവഴിയിലേക്ക് നടത്തുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ആത്യന്തികമായി കൂടിയിരിക്കേണ്ടത് കരുണയാണ്, ദൈവത്തിന്റെ ദയയാണ്. ഈ കരുണയും നീതിയും ഏറ്റുമുട്ടുകയാണ് ഇവിടെ ക്രൂശിൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താണ്? കരുണയും സത്യവും ഏറ്റുമുട്ടുകയാണ്. കാരണം സ്വതന്ത്രമാകണമല്ലോ സകല ജനതയും സ്വതന്ത്രമാകണം. അതുകൊണ്ട് കരുണയുള്ളവരായിരിക്കണം. തകർന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ക്രിസ്തു യേശുവിനുള്ള മോഹം നമ്മൾ ധരിക്കണം, അല്ലെങ്കിൽ പാപം ധരിക്കണം. കരുണ ദാതാവിനെ സ്വീകരിക്കുന്നവനായും സ്വതന്ത്രനാക്കുന്നവനായും മാറുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നാം കരുണയുള്ളവരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് തന്നെയാണ് നാം പ്രതിഫലിപ്പിക്കുന്നത്. കരുണയ്ക്ക് വേറൊരു മുഖമില്ല. കരുണയ്ക്ക് ദൈവത്തിന്റെ പ്രതിഫലനമാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ കർത്താവേ, നീ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എന്നെ കരുണയുള്ളവനാക്കണമേ. ഹല്ലേലൂയ. വിധിക്കാൻ ഞാൻ പ്രോപിക്കപ്പെടുമ്പോൾ ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവിതം നിന്റെ കൃപയുടെ കരുണയുടെ ഒരു നദിയാകട്ടെ. എന്റെ ആവശ്യ സമയത്ത് എനിക്ക് കരുണ ലഭിക്കേണ്ടതിന് കരുണയുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കാര്യങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേ കരുണയുടെ മഹാസമ്പത്ത് തിരിച്ചറിയാം. കരുണയുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണാൻ കഴിയട്ടെ. കരുണ ആമേ ന്യായം വിധിക്കത്തില്ല. കരുണ ആമേ സകലരെയും ചേർത്ത് നിർത്താനിടയാകുന്നു. കരുണ ആമേ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. അത് ദൈവത്തോട് അടുപ്പിക്കുന്നു. എന്നെ മാത്രമല്ല അടുപ്പിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും മാത്രമല്ല, സകലരെയും ദൈവത്തോട് അടുപ്പിക്കുന്നു. കരുണ ദൈവത്തിന്റെ ദയയാണ്, സമ്പത്താണ്. കാരുണ്യം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി മാത്രമല്ല, അത് ദൈവത്തിന്റെ സ്വഭാവം കൂടിയാണ്. വിശുദ്ധ കരങ്ങളിൽ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 34-ാം അധ്യായം 6-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞു, യഹോവ കരുണാമയനും കൃപാനിധിയുമായ ദൈവ, കോപത്തിന് താമസമുള്ളവനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും സമർത്ഥനാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇത് അല്പം കടുപ്പമുള്ള ഭാഷയാണെങ്കിൽ പോലും ഇതിനകത്തിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിപ്പാൻ ഒന്ന് ഹൃദയം തുറക്കണമേ. ഇവിടെ മോശയുടെ ജീവിതത്തിലേക്ക് യഹോവ വെളിപ്പെടുത്തി. യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മോശ പറഞ്ഞ പദം എത്രയോ ശ്രദ്ധേയമാണ് പ്രിയരെ. യഹോവ എന്താണ്? കരുണാമയനാണെന്ന്. യഹോവ എന്താണെന്ന്? കൃപാനിധിയായ ദൈവമാണെന്ന്. അവൻ കോപിക്കത്തില്ല പെട്ടെന്ന്. അവൻ താമസമുള്ളവനാണ് കോപത്തിന്. അവനിൽ വിശ്വസ്തത നിറഞ്ഞു നിൽക്കുന്നു. അവൻ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവൻ സമർത്ഥനാണ്. അവൻ സമ്പന്നനാണ്. അവൻ ശ്രേഷ്ഠനാണ്. ഈ ദൈവത്തിന്റെ കരുണയല്ലയോ ഇന്ന് വരെ നമ്മളെ നിലനിർത്തുന്നത്? നമ്മുടെ പാപത്തിന്റെയും പാപ സ്വഭാവത്തിന്റെയും നടുവിൽ എത്രയോ തവണ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടണം. എങ്കിലും ഇന്നും തകർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയും കരുണയുമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. പാപത്തിന്റെ തക്ക ശിക്ഷ മരണമെന്ന് വിളിച്ചു ഓതുമ്പോൾ പ്രിയമുള്ളവരെ തിരിച്ചറിയണം, എത്രയോ തവണ നാം മരണപ്പെട്ടും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് സൈത്താന്റെ നരകമാകുന്ന അതോ ലോകത്തിലെ കഥമ പാതാളത്തിലേക്ക് മാറേണ്ടതാണ്. എന്ന സ്വർഗത്തിലെ തമ്പുരാന്റെ ദയയും കരുണയും ഇന്നും നമ്മുടെ ജീവനോടെ നിർത്തിയില്ലയോ? അതിന് എത്രയധികം നാം നന്ദി പറയണം. റോമാലേഖനത്തിൽ 9-ാം അധ്യായം 15-ാം വചനം പറയുന്നത് പോലെ, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തിന്റെ കരുണ പരമാധികാരമുള്ളതാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണ പരമാധികാരമുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കുരിശ് കാരുണ്യത്തിന്റെ ആത്യന്തിക പ്രകടനമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ എന്താണ് പറയുന്നത്? തന്നെ ഉപദ്രവിച്ചവരോട് ലൂക്കോസ് 23:34 എന്ത് പറയുന്നു? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ പറയുന്നത്. വേദനയുടെ സ്ഥാനത്ത് കരുണ മധ്യസ്ഥത വഹിക്കുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് പറയുക, വേദനയുടെ നടുവിൽ കരുണ വെളിപ്പെടും. നയീനയിലെ വിധവയെ കുറിച്ച് എന്താണ് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വചനം പറയുന്നു, പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വളരെ പുരുഷാരം ചെയ്തു യേശു ക്രിസ്തുവിന്റെ കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരത്തിന്റെ നടുവിൽ അവളായിരിക്കുന്നു. അവൻ മരിച്ച അവളുടെ മകനായിരിക്കുന്നു. എന്നാൽ യേശു കർത്താവ് ഇതിന്റെ നടുവിൽ മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. മനസ്സലിഞ്ഞ് അവളോട് പറയുന്നു, കരയണ്ട. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവരോട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എന്ത് ചെയ്തു? മരിച്ചവർ എഴുന്നേറ്റിരുന്ന് മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്നല്ലേ അവിടെ വചനം വായിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? ജീവനോടെ അവന്റെ അമ്മയ്ക്ക് ആ മകനെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. അപ്പൊ കരുണ മരണത്തെ ജയിക്കുമെന്ന് മനസ്സിലാക്കുക. കരുണയുടെ ശക്തി ഏത് ബലഹീനതനെയും ഏത് ദുർബലനെയും ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ കരുണയുണ്ടെങ്കിൽ എന്റെ അസ്ഥികൾക്ക് ബലമാണ്. എന്റെ ജീവിതത്തിൽ കരുണയുണ്ടെങ്കിൽ എന്റെ മാംസത്തിന് ബലമാണ്. എന്റെ ജീവിതത്തിൽ കരുണയുണ്ടെങ്കിൽ എന്റെ ശരീര അവയവങ്ങൾക്കെല്ലാം സന്തോഷമാണ്. കരുണ എന്നെ മാത്രമല്ല സുഖപ്പെടുത്തുന്നത്, കരുണ മരിച്ചുപോയ വ്യക്തിയെ സുഖപ്പെടുത്തും. കരുണ ദുർബലരെ സുഖപ്പെടുത്തും. കരുണ തകർന്ന വ്യക്തികളെ സുഖപ്പെടുത്തും. കരുണ എത്ര മഹത്തായ സമ്പത്താണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ.
അവർക്ക് എന്ത് ലഭിക്കും? കരുണ ലഭിക്കും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹലോ, എത്ര പേരുടെ ഉള്ളിൽ കരുണയുടെ ദൈവിക പ്രത്യക്ഷതയുണ്ട്? കരുണയുടെ ദൈവത്തിന്റെ സാന്നിധ്യം എത്ര പേരുടെ ജീവിതത്തിലുണ്ട്? ഇന്ന് രാത്രി കൊതിക്കണം, കർത്താവേ എനിക്ക് അങ്ങയുടെ കരുണ ആവശ്യമാണ്. അങ്ങ് കരുണയുള്ളവനായിരുന്നത് പോലെ എനിക്കും കരുണ ഉണ്ടാകണം. കരുണ മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരുണ ഒരു മനസ്സലിവിലേക്ക് നയിക്കുന്നു. കരുണ ദൈവത്തിന്റെ സഹാനുഭൂതിയിലേക്ക് നയിക്കുന്നു. കരുണ അനേകരെ ജീവിപ്പിക്കുന്നു. കരുണ തകർന്നവരെ ഉദ്ധരിപ്പിക്കുന്നു. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിൽ നന്ദി പറഞ്ഞാട്ടെ. യേശു കർത്താവിന്റെ പ്രഭാഷണങ്ങളിൽ ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 2 മീനെ കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും അതിന്റെ പിന്നിൽ നിന്നൊരു സംസാരമുണ്ട്. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ പദം എത്രയോ ശ്രദ്ധേയമാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങളായി ഈ പുരുഷാരം നമ്മോടൊപ്പമുണ്ട്. ഇവർ തിരികെ വീട്ടിൽ പോയാൽ വഴിത്തലയ്ക്കൽ തകർന്നു വീഴും. ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരിൽ പലരും കുഴഞ്ഞു വീഴും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീ. അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒന്നും തന്നെയില്ല. 200 വെള്ളിക്കാശ് എന്നൊക്കെ വാദവിവാദം നടന്നു. പക്ഷേ അതുകൊണ്ടും നടക്കത്തില്ലെന്നറിയാം. എങ്കിൽ സ്വർഗത്തിലെ ദൈവം അവിടെ വന്നു. യേശു ക്രിസ്തു അവിടെയുണ്ട്. കരുണയുടെ ശക്തി അവിടെ വെളിപ്പെട്ടു. അവിടെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു ബാലനുണ്ട്, അവന് കുറച്ച് അപ്പവും മീനും ഉണ്ട് എന്ന് പറയുമ്പോൾ മതി. കരുണ ചിലരെ ചേർത്ത് നിർത്തുന്നു. കരുണ ചിലരെയൊക്കെ വെളിപ്പെടുത്തി കിട്ടുന്നു. ആ 5 അപ്പവും 2 മീനും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തി. ഹല്ലേലൂയ. 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സകലതും സാധ്യമാണ്. വന്നവരെ നിരാശപ്പെടുത്തിയില്ല. വന്നവരെ വഴിത്തലയ്ക്കൽ കുഴഞ്ഞു വീണ് വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങാൻ ദൈവം സഹായിച്ചില്ല. വചനം പറയുന്നു, ദൈവം മനസ്സലിഞ്ഞു. അവൻ കരുണ കാണിച്ചു. ശേഷിച്ച് ഹല്ലേലൂയ എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം കൊട്ടകൾ 12 കൊട്ടകൾ നിറച്ചെടുക്കത്തക്ക നിലയിൽ ഒരു ശേഷിപ്പും കൂടെ കൊടുത്തു. അപ്പൊ കരുണയ്ക്ക് ഇത്രമാത്രം ശക്തിയോ? കരുണ ലാഭ നഷ്ടത്തെ നോക്കുന്നില്ല പ്രിയരെ. മനുഷ്യൻ ലാഭവും നഷ്ടവും നോക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യൻ വികാരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കരുണയ്ക്ക് ഇവിടെ വികാരം ആവശ്യമില്ല. കരുണ ദൈവത്തിന്റെ നീതിയാണ് കാണുന്നത്. എനിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം വലിയവനാണെന്നും എന്റെ നഷ്ടങ്ങളെ അവൻ ലാഭമാക്കുമെന്നും എന്റെ ശത്രുക്കളെ അവൻ ഇണയ്ക്കുമെന്നും എനിക്ക് ശത്രുക്കൾ ആരുമില്ല എന്നും എന്റെ ദൈവത്തിന്റെ കരുണ എന്റെ കൂടെ കൊണ്ടെന്നും അത് സകലരെയും ഒന്നിപ്പിക്കുന്നതാണെന്നും അത് ജീവിപ്പിക്കുന്നതാണെന്നും ഈ മഹാസമ്പത്തിനെ ഞാൻ ഒരിക്കലും നഷ്ടമായി കാണത്തില്ല. ഈ കരുണ ഞാൻ എല്ലാവർക്കും വീതം വയ്ക്കും. ഈ കരുണയിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഈ കരുണ പങ്കുവയ്ക്കുന്നതാണ്. ഈ കരുണ ഷെയറിങ് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് ആണ്. കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ പിശുക്കത്തരം വെളിപ്പെടത്തില്ല. കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വാർത്ഥത വെളിപ്പെടത്തില്ല. കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ കുടുംബത്തിൽ കടകമുണ്ടാകത്തില്ല. കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ വാദവിവാദം ഉണ്ടാകത്തില്ല. കരുണ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും കോർട്ടിൽ കേസ് ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് ലഭിക്കും? വിളിച്ചു പറഞ്ഞാൽ കരുണ ലഭിക്കും. എരികോവിൽ കിടക്കുന്ന മനുഷ്യൻ അന്ധരായ മനുഷ്യൻ വിളിച്ചു പറയുന്നു, കർത്താവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടെ അടിച്ചമർത്താൻ പുരുഷാരമുണ്ടായിരുന്നു, മിണ്ടാതിരിക്കാൻ പുരുഷാരമുണ്ടായിരുന്നു. എന്ന ഹൃദയത്തിൽ ദർശനമുള്ളവൻ വിളിച്ചു പറഞ്ഞു, കരുണയുള്ള ദാവീദ് പുത്ര ഞങ്ങളോട് മനസ്സലിയണമേ. യേശു അവരുടെ ശബ്ദത്തിന്റെ നടുവിൽ, കരുണയുടെ നിലവിളിയുടെ നടുവിൽ യേശു നിന്നു. കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അതെ, അവര് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണു തൊട്ടു. ഉടൻ അവർ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചു. കരുണയും കൂടെ കൂട്ടുമുട്ടിയപ്പോൾ അവിടെ വിടുതൽ നടന്നു. ഹൃദയത്തിൽ കരുണയുടെ നിലവിളി. കരുണ ദാനം ചെയ്യുവാൻ യേശു മുമ്പിലുണ്ട്. ദാതാവും സ്വീകർത്താവും ഒരുമിച്ച് ചേർന്നപ്പോൾ അവിടെ വലിയ സ്ഫോടനമുണ്ടായി, വലിയ അത്ഭുതം സംഭവിച്ചു. വിശുദ്ധ കരങ്ങൾ എടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട. എത്ര പേര് സ്വീകരിക്കാൻ മനസ്സുണ്ട്?
എത്ര പേര് ദാതാവായി വെളിപ്പെടാൻ തയ്യാറുണ്ട്? ദാതാവും സ്വീകർത്താവും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ അത്ഭുതമല്ലയോ സംഭവിച്ചത്? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കേണ്ട കരുണ ഷെയർ ചെയ്യൂ. ആമേ, മറ്റൊരു കരുണയുമായിട്ട് കൂട്ടുമുട്ടട്ടെ. സത്യവും കരുണയും കൂടെ കൂട്ടുമുട്ടുമ്പോൾ അത്ഭുതമല്ലയോ സംഭവിക്കുന്നത്? കാരുണ്യം ഒരു ആത്മീയ നിയമമാണ് പ്രിയരെ. ക്ഷമിക്കുവീ, എന്നാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും ദൈവം പറയുന്നു വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്. നമുക്കാരെയും ശിക്ഷയ്ക്ക് വിധിക്കാൻ അവകാശമില്ല. ഇവിടെ കരുണയുടെ സ്വാതന്ത്ര്യം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. തലമുറയിലേക്ക്, കുടുംബത്തിലേക്ക്, സഭയിലേക്ക് കരുണയുടെ നവചൈതന്യം പുറപ്പെടട്ടെ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും എന്നല്ലയോ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്? അങ്ങനെയെങ്കിൽ അളവ് കൂടാതെ കരുണ അങ്ങോട്ട് വെളിപ്പെടുത്തൂ. തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പോലും അറിയാതെ കരുണയുടെ മഹാകൂമ്പാര, കരുണയുടെ മഹാസമ്പത്ത് നിങ്ങളെ തേടിയെത്തുവാനിടയാകും. വിശുദ്ധ കാര്യങ്ങൾ ഇവർ ദൈവത്തെ തുരിച്ചാട്ടെ. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ തോന്നിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ജീവിതത്തിൽ സമർപ്പിച്ചാട്ട്, കർത്താവേ കരുണയുടെ ഒരു ദൈവിക പ്രതിഫലനം എന്നിൽ വെളിപ്പെടണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കരുണയുടെ ഒരു ദൈവിക പ്രതിഫലന, കരുണയുടെ ദൈവിക തേജസ്, കരുണയുടെ ദൈവിക സമ്പത്ത്, ദൈവികമായ നിയമ അത് എന്നിൽ വെളിപ്പെടണമേ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കൂ. അധികം ക്ഷമിച്ചു കിട്ടിയെങ്കിൽ ഹല്ലേലൂയ, അധികം ഹല്ലേലൂയ കരുണ നമ്മൾ കാണിക്കണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം? ക്ഷമിക്കപ്പെടാത്ത ദാസനെ കുറിച്ച് മത്തായി 18 പറയുന്നുണ്ട്. ഒരു വലിയ കടം ക്ഷമിച്ച മനുഷ്യൻ മറ്റൊരാളോട് ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നു. യേശു മുന്നറിയിപ്പ് നൽകുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹദാസനോട് കരുണ കാണിക്കേണ്ടതല്ലയോ? നമ്മുടെ കരുണ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയെ പ്രതിഫലിപ്പിക്കണം. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് ദൈവം എത്രയോ തവണ കരുണ കാണിച്ച നമ്മുടെ അകൃത്യത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ചില്ലയോ? അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റും കൂടെ നമുക്കൊന്ന് ക്ഷമിച്ചുകൂടെ? മറ്റുള്ളവർ നമുക്ക് എതിരെ നിൽക്കുന്ന വൈരാഗ്യ ശക്തികളെ നമുക്കൊന്ന് കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിച്ചുകൂടെ? അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നല്ലേ വചനം പറയുന്നത്? നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദയയും കരുണയുമെന്നല്ലേ തിരുവെടുത്ത് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ കരുണയുടെ പൊൻതൂവൽ, കരുണയുടെ പൊൻതൂവൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടട്ടെ. ഒരു മനുഷ്യൻ തെറ്റിൽ അകപ്പെട്ടാൽ അവനെ നമ്മുടെ കരുണയുടെ സ്നേഹ സംഭാഷണം കൊണ്ട് അവനെ ഒന്ന് ചേർത്ത് നിർത്താൻ കഴിയുമോ? അവൻ മുടിഞ്ഞു പോകട്ടെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുകയാണോ നാം ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കളെ, നഗ്നരായി വരുന്നവർ, വിശക്കുന്നവരായി വരുമ്പോ നീ പോയി സമാധാനത്തോടെ തീ കായുക, വിശപ്പെടുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്? അവന്റെ ജീവിതത്തിന്റെ നിലവിളിയാണ് അവൻ വിളിച്ചു പറയുന്നത്. കരുണ വേണമെന്നുള്ളത്. ആ കരുണ അവൻ സ്വീകർത്താവായി വന്നെങ്കിൽ ദാതാവായി എന്തുകൊണ്ട് നമ്മൾ വെളിപ്പെട്ടുകൂടാ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇത് അന്ത്യസമയമാകിയാൽ കരുണയുടെ മഹാ അത്ഭുതം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. വചനം പറയുന്നു, നമ്മളിൽ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നാം ചെയ്യാത്തിടത്തോളം, നമ്മളിൽ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നാം ചെയ്യാഞ്ഞിടത്തോളം അത് ദൈവത്തിന് ആണ് നാം ചെയ്യാതിരിക്കുന്നത്. നമ്മളിൽ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നാം എന്തൊക്കെ ചെയ്യുന്നുവോ അത് ദൈവത്തിനാണ് ചെയ്യുന്നത്. അതാണ് ദൈവ രാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ചിലരൊക്കെ അവൻ നിത്യദണ്ഡനത്തിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, നീതിമാൻ നിത്യജീവനിലേക്ക് പോകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു. അതാണ് കാരുണ്യം എന്ന ചക്രം. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു. അതാണ് കാരുണ്യം എന്ന് പറയുന്ന ഒരു ചക്രം. ഈ ചക്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നാം എവിടെ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നുവോ അതിനേക്കാൾ സൗഗുണമായിട്ട് 100 ഇരട്ടി പ്രതിഫലമായിട്ട് ആ കരുണ തിരിച്ചു വരികയാണ്. അതാണ് ഈ കരുണയുടെ മഹത്വം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ലഭിക്കും? കരുണ ലഭിക്കും. ഓക്കെ.